എന്താ രാവിലെ കിഴക്കിലൊക്കെ? ഓ, ഞങ്ങൾ ഇച്ചിരി കുഴിമന്തി ഉണ്ടാക്കാൻ പോണേണ്. നിങ്ങൾ വെജിറ്റേറിയൻസ് അല്ല? കോഴിയൊക്കെ തിന്നും? ഇറച്ചി തിന്നൊന്നും ഞങ്ങൾ കഴിക്കില്ല. ഞാൻ അച്ഛനെ ഇട്ടിട്ടാണ് കുഴിമന്തി ഉണ്ടാക്കണേ. എന്തുകൊണ്ട് അച്ഛനെ? എന്റെ സ്വന്തം അച്ഛനെ? ഞങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ച അച്ഛൻ ഞങ്ങളുടെ സമാധിയാക്കാൻ. അപ്പൊ സമാധി ആയതിനാൽ ഞങ്ങൾ കുഴിമന്തിക്കാത്തിരുന്നു. ഹലോ, പോലീസ് കൺട്രോൾ റൂം. സാറേ, വേഗം ഓടിവാതി. ഇവിടെ ഒരുത്തിന് അച്ഛനെ വെച്ചോണ്ട് കുഴിമന്തി ഉണ്ടാക്കണം. ഗുഡ് ഈവനിങ്, ഞാൻ ഇവിടുത്തെ സബ് കളക്ടർ ആണ്. നിങ്ങളുടെ ഫാദർ ചില ദുരൂഹ സാഹചര്യത്തിൽ കാണണ്ടായിരുന്നു. ഇവിടുത്തെ അയൽവാസികളൊക്കെ കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ ഈ കുഴിമന്തി സമാധി ഒന്ന് തുറക്കണം പ്ലീസ്. സമാധി തുറക്കാനൊന്നും പറ്റൂല. സമാധി തുറന്നു കഴിഞ്ഞാൽ അച്ഛന്റെ പവർ പോകും. നിങ്ങൾ എന്റെ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുവാണ്. ഇവിടുത്തെ ലോ നിങ്ങളുടെ വികാരത്തിന് മേലെയാണ്. നിങ്ങൾ ആദ്യം ഇത് തുറക്കണം. എന്നിട്ട് അതിന്റെ അകത്ത് ബോഡി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇനി അഥവാ ബോഡി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാദറിന്റെ ആണെന്ന് ഉറപ്പ് വരുത്തണം. ഇത് രണ്ടും ഉറപ്പാക്കി കഴിഞ്ഞിട്ട് കോസ് ഓഫ് ഡെത്തും കൂടെ ഉറപ്പാക്കിയാലേ ഞങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നില്ലേ, എന്റെ വാക്കിന് വിലയില്ലേ? ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് അതിന്റേതായ ഡ്യൂ പ്രൊസീജിയർ ഉണ്ട്. ഒരു ഹിന്ദുവിന്റെ വാക്കിന് ഈ രാജ്യത്ത് വിലയില്ലേ? നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. കോസ് ഓഫ് ഡെത്ത് എന്ത് എഴുതും? ഡെത്ത് ബൈ സമാധി. ഒബ്സ്ട്രക്ഷൻ ഓഫ് ലോ തന്റെ തല ചാർത്തിയിട്ട് JCB വെച്ച് തുറക്കാൻ അറിയാൻ പാടില്ല. ആർട്ടിസ്റ്റിനെ പേടിച്ചിട്ടാ. നിങ്ങൾ ആദ്യം പോയി മുസ്ലിമായിട്ട് തല്ലി കൊല്ലും, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഇതൊരു ഹിന്ദു പ്രശ്നമാണ്. ഞാൻ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഹിന്ദു വികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ സ്ട്രാറ്റജി ഒക്കെ ഭയങ്കര സോളിഡ് ആണ് കേട്ടോ. ഒരു മിനിറ്റ് സാർ, ഇത് തുറന്നിട്ട് ഇനി അങ്ങനെ ഇതിനകത്ത് ബോഡി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇതിനകത്ത് വേറൊരാളുടെ ബോഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതൊന്നും എനിക്ക് വേണ്ട.